ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ സരസ്വതി നമഃ. ഓം ശ്രീ ശരവണഭവായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഹരയേ നമഃ. ഓം ശ്രീ ശരവണഭവായ നമഃ. വേലും മയിലും ശേവലും തുണൈ. ഞാൻ ആനന്ദവല്ലി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം. കഴിഞ്ഞ 3 വീഡിയോകളിലായിട്ട് വേൽമഹാമന്ത്രത്തെക്കുറിച്ചും അത് ഉദ്ഭവിച്ച കഥയെക്കുറിച്ചും അതിൻ്റെ ഫലശ്രുതിയെ പറ്റിയും എല്ലാം നമ്മൾ നോക്കി. നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോയിൽ വേൽമാറൽ മഹാമന്ത്രത്തിൻ്റെ വരികൾ ആവശ്യപ്പെട്ടിരുന്നു. വേൽമാറൽ മന്ത്രം പഠിക്കാനും മനസ്സിലാക്കാനും അത് ചൊല്ലാനും ഒക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിച്ചത്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ തന്നെ ഒരു ഭഗവത് കൃപ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമാണ് ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റുക. വേൽമാറൽ മഹാമന്ത്രം 64 സ്റ്റാൻസകളുണ്ടല്ലോ അതിൽ. അത് പഠിക്കാനെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഒരു വലിയ മല പോലെ തോന്നുകയാണ്. പക്ഷെ അത് എളുപ്പത്തിൽ പഠിക്കാം. അത് എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു വഴി എന്താണ്? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. വേൽ വകുപ്പിലെ 16 സ്റ്റാൻസകൾ അല്ലെങ്കിൽ 16 പാട്ടുകൾ എന്നാണ് അതിനെ പറയുന്നത്. 4 വരികൾ ഉള്ളതാണ്. ഈരടികൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ വരികളെ പല ക്രമത്തിലായിട്ട്, അതായത് ഈ 16 സ്റ്റാൻസകളെ പല ക്രമത്തിലായിട്ട് വീണ്ടും വീണ്ടും മാറ്റിയും മറിച്ചും അറേഞ്ച് ചെയ്തിട്ടാണ് ഈ വേൽമാറൽ മഹാമന്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. 16 പാട്ടുകളെ 4 വിധത്തിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് 64 വരികൾ ഉണ്ടായത്. അപ്പം അർത്ഥം നോക്കുമ്പോൾ ആ 16 സ്റ്റാൻസകളുടെ അല്ലെങ്കിൽ പാട്ടുകളുടെ അർത്ഥം നോക്കിയാൽ മതി. ഇതിൻ്റെ രചന തമിഴിലാണ്, കവിതാ രൂപമാണ്. 15-ാം നൂറ്റാണ്ടിലോ മറ്റോ ഉണ്ടാക്കിയതാണ് ഈ വരികൾ. അതുകൊണ്ട് തന്നെ അതിൽ പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകളെ ഒക്കെ മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കവിതകൾ വ്യാഖ്യാനിക്കുമ്പോൾ ഒരാളുടെ പ്രീവിയസ് നോളജ് എന്ന് പറയില്ലേ, അതായത് അദ്ദേഹത്തിൻ്റെ അറിവ്, അതിനനുസരിച്ച് അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. കവിതകളുടെ പ്രത്യേകതയാണത്. വലിയ ആചാര്യന്മാർക്കൊക്കെ ഒരുപാട് അറിവുണ്ടാവും. അവർക്ക് അത് വളരെ ഗഹനത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. എന്നാൽ എനിക്ക് വലിയ പാണ്ഡിത്യമൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്കറിയുന്നത് പോലെ ഞാനിത് വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ അർത്ഥം പറയാം. ഇത് കേൾക്കുന്ന ആളുകളിൽ ആർക്കെങ്കിലും കൂടുതലായിട്ട് അർത്ഥം അറിയുമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. കാരണം എല്ലാവർക്കും അത് മനസ്സിലാക്കാം, എനിക്കും അത് മനസ്സിലാക്കാം. ഞാൻ അറിയാത്ത വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നത് എനിക്കും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ 16 സ്റ്റാൻസകളുടെയും അർത്ഥം ഒരൊറ്റ വീഡിയോയിൽ ചേർത്ത് പറയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നമുക്ക് നോക്കാം. ക്ഷമയോട് കൂടിയിട്ട്, ഒരു ഡെഡിക്കേഷനോട് കൂടിയിട്ട്, അതായത് ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് വേണം ഇത് കേൾക്കാനും. അത് നിങ്ങൾക്കുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് തുടങ്ങാം. വരികൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പതുക്കെ ചെല്ലാം ആദ്യം, പിന്നെ കുറച്ച് സ്പീഡ് കൂട്ടി ചെല്ലാം, പിന്നെ ഒരു ഈണത്തിലും ചൊല്ലാം. അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ പാട്ടിൻ്റെ രൂപത്തിൽ ചൊല്ലുകയാണെങ്കിൽ നമുക്കത് ഓർത്ത് വയ്ക്കാൻ എപ്പോഴും ഒരു എളുപ്പം ഉണ്ടാവും. പാട്ടിൻ്റെ വരികളൊക്കെ ആ ഈണം ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ വാക്കുകൾ നമുക്ക് ഓർമ്മ വരും. ഞാൻ ഈ 2-3 പ്രാവശ്യം ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ കൂടെ ചൊല്ലാൻ പറ്റുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ യഥാർത്ഥത്തിൽ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. യൂട്യൂബിൻ്റെ പോളിസിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ. അത് കാരണം കൊണ്ടാണ് ഇതിപ്പോൾ ആദ്യം പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. കുറച്ച് വീഡിയോകൾക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേർന്നിട്ടുണ്ട്.
നിങ്ങളുടെ പ്രോത്സാഹനം എന്തായാലും എനിക്ക് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നേരത്തെ പോസ്റ്റ് ചെയ്ത ചില വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അതിൽ നഷ്ടമായതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഇതൊന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുക. ശ്രീ മുരുകാശരണം. വേലും മയിലും ശേവലും തുണൈ എന്നുള്ളത് തുടക്കത്തിലും അവസാനിക്കുമ്പോഴും 6 പ്രാവശ്യം പറയണം. ആദ്യത്തെ സ്റ്റാൻസ നോക്കാം. ഈ ആദ്യത്തെ സ്റ്റാൻസ തന്നെ 108 തവണ ചൊല്ലിയാൽ ഒരു മഹാമന്ത്രമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ആ 4 വരി പഠിച്ചതിന് ശേഷം അത് വേണമെങ്കിൽ 108 തവണ ചൊല്ലി അങ്ങനെ ശീലിക്കാം. അതിനിടയ്ക്ക് മറ്റ് സ്റ്റാൻസകളും നിങ്ങൾക്ക് ചൊല്ലി പഠിക്കാം. ഇതിൽ 16 സ്റ്റാൻസകൾ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ആ 16 സ്റ്റാൻസ ചൊല്ലുമ്പോഴും ഈ ആദ്യത്തെ 4 വരികൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 4 വരി ചൊല്ലുക, പിന്നെ വീണ്ടും ഇത് ചൊല്ലുക, വീണ്ടും അടുത്ത 4 വരി ചൊല്ലുക, വീണ്ടും ഇത് ആവർത്തിക്കുക. അങ്ങനെയാണ് അത് പോകുന്നത്. എന്നാൽ തുടങ്ങുമ്പോഴോ ഈ ആദ്യത്തെ 4 വരി 20 പ്രാവശ്യം ചൊല്ലണം. യഥാർത്ഥത്തിൽ വേൽമാറൽ മഹാമന്ത്രത്തിൻ്റെ പുസ്തകങ്ങളിൽ ഈ 4 വരികളല്ല ആദ്യത്തെ 4 വരികളായിട്ട് തന്നിരിക്കുന്നത്. എന്നാലും ഇത് ആദ്യം ചൊല്ലിയിട്ട് വേണം ആ വരികൾ തുടങ്ങാൻ. അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ ആദ്യം തുടങ്ങാം. തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തൻ എനതുളത്തിൽ ഉറൈ കരുത്തൻ മയിൽ നടത്ത് ഗുഹൻ വേലേ. തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തൻ എനതുളത്തിൽ ഉറൈ കരുത്തൻ മയിൽ നടത്ത് ഗുഹൻ വേലേ. തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തൻ എനതുളത്തിൽ ഉറൈ കരുത്തൻ മയിൽ നടത്ത് ഗുഹൻ വേലേ. അപ്പോൾ ഈ വേൽമാറൽ മഹാമന്ത്രം എന്നുള്ളതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ നേരത്തെ നോക്കിയതാണ്. അപ്പോൾ ഈ ആദ്യത്തെ 4 വരികളിൽ തന്നെ വേലിനെ കുറിച്ചാണ് പറയുന്നത്. ആ വേലിൻ്റെ മഹിമയാണ് പറയുന്നത്. തിരുത്തണി എന്ന് പറയുന്നത് ഭഗവാന്റെ 6 പടൈ വീടുകളിലെ ഒരു പ്രധാന സന്നിധിയാണ്. അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചതിന് ശേഷം കോപമെല്ലാം തണിഞ്ഞിട്ട്, അതായത് കോപമൊക്കെ അടങ്ങിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി വന്ന് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഇരുന്ന സ്ഥലമാണ് തിരുത്തണി മല. അപ്പം അതുകൊണ്ട് പറയണ് തിരുത്തണിയിൽ ഉദിത്തരുളും. അരുളും എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുക എന്നർത്ഥം. ഉദിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്കന്ദപുരാണത്തിലൊക്കെ പറയുന്നുണ്ട്, ഭഗവാൻ ശ്രീ മുരുകൻ അവതരിച്ചു എന്നല്ല പറയുക, ഉദിച്ചു എന്നാണ് പറയുക. സൂര്യനെ പോലെയാണ്. ശ്രീ പരമേശ്വരൻ്റെ നെറ്റിക്കണ്ണിൽ നിന്നുണ്ടായ ഊർജമാണ് ഒരു ഊർജഗോളമായിട്ട് ആദ്യം ഉണ്ടാവുകയും പിന്നീട് അതിൽ നിന്ന് ശ്രീ മുരുകൻ ഉദിക്കുകയും ചെയ്തത്. സൂര്യനാണല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും തരുന്നത്. സൂര്യനില്ലെങ്കിൽ നമ്മുടെ ഭൂമി ഉണ്ടോ? സൂര്യൻ ഊർജം തരുന്നത് കൊണ്ടാണ് പല ജീവജാലങ്ങൾക്കും ജീവിക്കാൻ കഴിയുന്നത്. അപ്പം ശ്രീ മുരുകനെ സൂര്യനായിട്ട് തന്നെ ഇവിടെ കരുതുകയാണ്. ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തൻ എന്ന് പറഞ്ഞു. ഒരുത്തൻ എന്ന് പറഞ്ഞു. അവിടെ എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? അവിടെ ഭഗവാനായിട്ട് ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ശ്രീ മുരുകനാണ്. പല പുരാണങ്ങളും ഉണ്ടല്ലോ. ഓരോ പുരാണങ്ങളിൽ ഓരോ ഭഗവാന്മാരെ പറ്റിയിട്ടാണ് അവിടെ വർണ്ണിക്കുക. അപ്പോൾ ഓരോ പുരാണങ്ങളിൽ, അതായത് ഒരു പ്രത്യേക പുരാണം എടുക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ശ്രീമദ് ഭാഗവതമാണ് എടുക്കുന്നതെങ്കിൽ അതിൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ, ശ്രീകൃഷ്ണൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ പറയുന്നത് എന്താണ്? മഹാവിഷ്ണു മാത്രമാണ് ഒരേ ഒരു ദൈവം എന്ന്. അതുമാതിരി ശിവപുരാണം എടുത്താലോ ശ്രീ പരമേശ്വരൻ മാത്രമാണ് ഒരേ ഒരു ദൈവം. അതുപോലെ ശ്രീ മുരുകനെ പ്രകീർത്തിക്കുമ്പോൾ ശ്രീ മുരുകൻ മാത്രമാണ് ഒരേ ഒരു ദൈവം. എല്ലാ ആചാര്യന്മാരും പറയുന്നത് എന്താണ്? എത്ര പുരാണങ്ങൾ ഉണ്ടെങ്കിലും, എത്ര ദൈവസങ്കല്പങ്ങൾ ഉണ്ടെങ്കിലും ആ ദൈവസങ്കല്പങ്ങളൊക്കെ, അതായത് ആ രൂപങ്ങളൊക്കെ ഒരൊറ്റ ഊർജത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് എന്നാണ് പറയുന്നത്.
അപ്പോൾ ദൈവങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ഒരേ ഒരു ഊർജമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇഷ്ടദൈവത്തിനെ നമ്മൾ ആ രൂപത്തിൽ ഭജിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഒരുത്തൻ മലൈ വിരുത്തൻ, മലയെന്ന് പറഞ്ഞത് ഇവിടെ തണികൈ മല തന്നെയാണ് പറയുന്നത്. മലൈ വിരുത്തൻ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ. ശ്രീവള്ളിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വൃദ്ധൻ്റെ രൂപത്തിലൊക്കെ, ഒരു പ്രാകൃതനായ വൃദ്ധൻ്റെ രൂപത്തിലൊക്കെ ശ്രീ മുരുകൻ വന്ന് വള്ളിയുടെ കൂടെ ഒരുപാട് കളിതമാശകളെല്ലാം ചെയ്തതിന് ശേഷമാണല്ലോ വള്ളിയെ വിവാഹം കഴിച്ചത്. ആ സ്ഥലം കൂടിയാണല്ലോ തിരുത്തണി. അങ്ങനെ ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരുത്തൻ മലൈ വിരുത്തൻ എനതുളത്തിൽ ഉറൈ. എനതുളത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ, ഉറൈ ഊറിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തോട്ട് അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന, പിന്നെ അതിനെ അവിടുന്ന് മാറ്റൂല, അതിനെ ഇളക്കാൻ പറ്റില്ല പിന്നീട്. എനതുളത്തിൽ ഉറൈ കരുത്തൻ. കരുത്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ശക്തിയുള്ള. മയിൽ നടത്ത് ഗുഹൻ വേലേ. മയിൽ നടത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മയിലിൻ്റെ മുകളിൽ മയിലിനെ വാഹനമാക്കി നമ്മളെ അനുഗ്രഹിക്കാനായി വരുന്ന ശ്രീ മുരുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരർത്ഥം അങ്ങനെ എടുക്കാം. മയിൽ നടത്ത്, നമ്മൾ ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവത് തൃപ്പാദത്തിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഭഗവാന്റെ വാഹനമായ മയിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മെ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ എത്തിക്കും, ഭഗവാന്റെ തൃപ്പാദത്തിൽ നമ്മെ എത്തിക്കും. എന്ന് വെച്ചാൽ നമുക്ക് മോക്ഷം തരും എന്നർത്ഥം. അപ്പോൾ മയിൽ നടത്ത് ഗുഹൻ വേലേ. വേൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മുരുകൻ തന്നെയാണ്. ഭഗവാന്റെ വേല് ഭഗവാൻ തന്നെയാണ്. പലരും വേലിനെ തന്നെയാണല്ലോ മുരുകനായി സങ്കല്പിച്ചുകൊണ്ട് പൂജ കഴിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. എപ്പോഴാണ് മോക്ഷം ലഭിക്കുക? നമ്മുടെ കർമ്മദോഷങ്ങൾ കൊണ്ട് നമ്മുടെ ചില രീതികളിൽ നമുക്ക് ചില ദുർഗുണങ്ങൾ ഉണ്ടാവുന്നു. നമ്മുടെ ആത്മാവ് ഭഗവാന്റെ അംശമാണെങ്കിലും അത് മായ കൊണ്ട് മൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് മായയുടെ പ്രഭാവം കാരണം നമ്മിൽ കാമ, ക്രോധ, മോഹ, ലോഭം പോലെയുള്ള ദുർഗുണങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നു. ഇതെല്ലാം അകന്നാൽ മാത്രമേ നമുക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ, ശ്രീ മുരുകൻ്റെ സ്തുതികൾ ചൊല്ലുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ വക ദുർഗുണങ്ങൾ നമ്മളെ വിട്ട് അകന്നു പോകുന്നു. അങ്ങനെ അകന്നു പോകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മോക്ഷം ലഭിക്കും. ഭഗവത് സന്നിധിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ആ 4 വരികൾ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചൊല്ലി നോക്കാം. തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തൻ എനതുളത്തിൽ ഉറൈ കരുത്തൻ മയിൽ നടത്ത് ഗുഹൻ വേലേ. ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ തുടരാം. എല്ലാവർക്കും ഭഗവത് കൃപ ഉണ്ടാകട്ടെ. ഭഗവത് അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.